ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹർ ഡ്രീംസ് ബൈ സിയന. അപ്പോൾ ഇന്ന് ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. പണ്ടൊക്കെ വീട്ടിൽ പുൽക്കൂട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ കേട്ടോ, ഈ മണ്ണൊക്കെ ഇട്ട് പുല്ലൊക്കെ മുളപ്പിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വലുതായ പിന്നെ അതിനൊന്നും സമയമില്ലാണ്ടായി. കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ 2 ദിവസം മുന്നേ ഞാൻ വീട്ടിൽ വരുന്നത്. അപ്പോൾ പിന്നെ പുല്ലൊന്നും മുളപ്പിക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടല്ലോ, ഗ്രാസ് കാർപ്പറ്റ് കിട്ടുമല്ലോ, അതൊക്കെ വെച്ചിട്ടായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ക്രിസ്മസിന് എന്തായാലും അതുപോലെ പഴയ പോലെ തന്നെ മണ്ണൊക്കെ ഇട്ട് ഗ്രാസൊക്കെ പിടിപ്പിച്ച് പഴയതുപോലെ സെറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഈ ഒരു ഏരിയയിലാണ് ഞാൻ പുൽക്കൂട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒരു ചെറിയൊരു പുൽക്കൂടാണ്. ആദ്യം തന്നെ അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ടു. എന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ഷീറ്റ് വിരിച്ചു. അത് 2ആക്കി മടക്കിയിട്ടാണ് വിരിക്കുന്നത്. ഒരു കാരണവശാലും താഴേക്ക് മണ്ണ് പോകരുത് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇഷ്ടിക ഇതേപോലെ നിരത്തി വെച്ചു. എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇഷ്ടിക കൊണ്ടിട്ട് ഒരു ബേസ് ആദ്യം സെറ്റ് ചെയ്യണം എന്നായിരുന്നു, ഇഷ്ടിക നിരത്തിയിട്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഇതുപോലെ ഓരോ ഇഷ്ടിക അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ വെച്ച് വന്നപ്പോഴത്തേക്കിനും എനിക്ക് മതിയായി. അപ്പം ഞാൻ വേഗം പ്ലാൻ അങ്ങോട്ട് മാറ്റി. ഒരു ഇഷ്ടിക വെച്ചിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് അടുത്ത ഇഷ്ടിക വയ്ക്കാം, എന്നിട്ട് അതിൻ്റെ മേലെ ഓട് വയ്ക്കാം എന്നാക്കി. അതാവുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിഞ്ഞായിരുന്നു, ഓട് വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കിനും. അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിയാറായി. ഇത് ആക്ച്വലി ഞാൻ ചെയ്തൊരു ചെറിയൊരു അബദ്ധമായിപ്പോയി. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പപ്പ കാണുന്നത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയായിപ്പോയി. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പം ഈ ഇഴജന്തുക്കളുണ്ടല്ലോ, അതിനൊക്കെ ഇങ്ങനെ താഴെ കയറിയിരിക്കാൻ സിമ്പിളാണ്. സോ അത് ശ്രദ്ധിക്കണം. ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു മല പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഷ്ടികയും കല്ലും കൂടെയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ ഈ ഓടിൻ്റെ തന്നെ ഇതുപോലൊരു സംഭവം ഉണ്ടല്ലോ, അതും കൂടെ വെച്ചു, ഒരു മലയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ ഒരു ഷീറ്റും കൂടെ വിരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നല്ല സമയം എടുത്തിട്ടോ. ഞാൻ ഈവനിങ് തുടങ്ങിയതായിരുന്നു. അത് കഴിയുമ്പോൾ വീഡിയോയിൽ കാണാം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മണ്ണിട്ട് എടുക്കാം. മണ്ണ് അധികമൊന്നും ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. അധികമൊന്നും എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. സോ കിട്ടിയ അത്രയും ചെറിയൊരു ലെയറിൽ മാത്രമേ മണ്ണിട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി പുല്ലിന് വേണ്ടിയിട്ട് തിനയാണ് ഇടുന്നത്. വഴി ഒഴിച്ചിട്ടിട്ട് ബാക്കി എല്ലായിടത്തും തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ചെറിയൊരു കിണർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിരട്ടയിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും ആ തിന ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന്. അപ്പോഴേക്കും നല്ല ഇരുട്ടായി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ഇനി ഞാൻ ചെയ്യുന്നില്ലൊന്നും. ഇരുട്ടായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പോൾ ഡേ 2 ആയിട്ടുണ്ട്. മണ്ണൊക്കെ നല്ല ഡ്രൈ ആയി കിടക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് കരുതി. നമ്മൾ ഇന്നലെ ഇട്ട അത്രയും തന്നെയൊന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. ഒരു സൈഡ് നന്നായിട്ട് പോയിട്ടുണ്ട്. കിളികൾ എന്തെങ്കിലും വന്ന് കഴിച്ചാവും. അപ്പോൾ അവിടെ ഞാൻ ഒന്നുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നലെ അതുകൊണ്ട് ഞാൻ മുഴുവനും ഇട്ടിട്ടുണ്ടായില്ല, കുറച്ച് ഞാൻ മാറ്റി വെച്ചേച്ചു. ഇനി എന്തെങ്കിലും ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയാൽ ഇടാലോ എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് അത് കുറച്ചുണ്ട്, അത് ഇട്ട് കൊടുത്തു. നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ കേട്ടോ. കണ്ടോ, അവിടെ കുറേ ഭാഗത്തില്ല. രാവിലെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം അത് എന്തോ കഴിച്ചിട്ടുണ്ട്. മണ്ണൊക്കെ മാറ്റിയിട്ടാണ് കഴിച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട് അവർ. കോഴിയാണോ കിളികളാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് പിടിച്ച് കിട്ടുമോ എന്നെനിക്കിപ്പോൾ സംശയമാണ്. എന്തായാലും നോക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.